അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നൗഷാദ് സാഹിബ് കുരുവട്ടൂരിന്റെ പ്രഭാഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇട്ട ഒരു ക്ലിപ്പിനെ പോസ്റ്റ്മോർട്ടം ചെയ്യലാണ് ഈ വീഡിയോയിൽ. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഒച്ചയമ്പോളൊക്കെ ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വസ്തുത ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്തെങ്കിലും ഒരു കഴമ്പ് പറയുമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ കൃത്യമായി ഒന്ന് നിരീക്ഷിക്കുമ്പോൾ അതൊരു കോമഡിയായി വളരെ രസകരമായി ചിരിക്കാനുള്ള വകകളാണ്. കുറെ മണ്ടത്തരങ്ങളുടെ സമാഹാരമായിട്ടാണ് നമുക്കതിനെ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, വിഷയത്തിലേക്ക് കിടക്കുക. അദ്ദേഹത്തിന്റെ എല്ലാ പ്രഭാഷണങ്ങളിലും ഏറ്റവും കൂടുതൽ ഇട്ട ഒരു ക്ലിപ്പുണ്ട്. ബഹുമാനപ്പെട്ട SYSന്റെ സംസ്ഥാന പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ AP ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ, വലിയ പണ്ഡിതനും ഭാഷാ നിപുണനും അങ്ങനെ ധാരാളം കഴിവുകൾ മേളിച്ച നല്ല ഒരു പ്രതിഭയായ സമുദായത്തിന്റെയും സുന്നത്യമായത്തിന്റെയും വലിയൊരു മുതൽക്കൂട്ടായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിന്റെ ഒരു ചെറിയ ക്ലിപ്പ് അദ്ദേഹം എല്ലാ പ്രഭാഷണങ്ങളിലും ഇടാറുണ്ട്. ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന് തോന്നിയ രൂപത്തിൽ സാധുക്കളായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. വാസ്തവത്തിൽ ആ ക്ലിപ്പ് അത് ശ്രദ്ധിച്ചു കേട്ടാൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദിന്റെ പ്രഭാഷണങ്ങളിലെ ഏറ്റവും മനോഹരമായ വാക്ക്, ജാമ്യവും മാന്യവുമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിച്ചതിൽ ഏറ്റവും മനോഹരമായ ഒരു വാക്കായിട്ടാണ് ഇത് ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നത്. നമുക്ക് ആ വാക്കിലേക്ക് കടക്കാം. അദ്ദേഹം അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെ നമ്മൾ കേൾക്കുകയും ചെയ്യാം. അപ്പോൾ ഇൽമ പഠനമാണ് ഏറ്റവും വലിയ അമല്, ഇൽമ പ്രചരണമാണ്, പിന്നെ സോഷ്യൽ വർക്കാണ്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ ഉലമാന്റെ കീഴിലായിരിക്കണം കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പുറത്താണ് ഒരാളെങ്കിൽ അവർ ത്വരീഖത്തിൽ നിന്ന് പുറത്താണ്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം, അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാകണം. ആ ലീഡർഷിപ്പ് ഏകാംഗ മശായിഖന്മാരുടെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഖിലാഫത്ത് ഇല്ല, പിന്നെ ഷൂറയാ. അപ്പൊ ഷൂറയിലൂടെ, ഷൂറ മൊത്തമാണ് നമ്മുടെ ഷെയ്ഖ് എന്ന് പറയുന്നത്, സമസ്തയാണ് ഷെയ്ഖ്. അതിന്റെ കീഴിലുള്ള വർക്കുകൾ നടത്താൻ വേണ്ടിയാണ് നമുക്ക് കേരള മുസ്ലിം ജമാഅത്ത്, യുവാക്കൾ, സുന്നി യുവജന സംഘം, വിദ്യാർത്ഥികൾക്ക് വേണ്ടി SSF. അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഘടകത്തിൽ നമ്മൾ അംഗമല്ല, അങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആത്മീയതയിൽ നിന്ന് പുറത്താണ്. സ്വയം ശൈഖായി, സ്വയം മശായിഖായി ചമഞ്ഞു, മറ്റുള്ളവരൊക്കെ വൃത്തത്തിന് പുറത്തും. അപ്പൊ ഓക്കെ ഉസ്താദ്, കിയൻ ഉസ്താദ്, എത്ര മഹാരഥന്മാർ കഴിഞ്ഞുപോയി. അവരൊക്കെ ഇവരുടെ ഈ വൃത്തത്തിലുള്ളവരാണോ? സാധാരണക്കാർ തന്നെ എത്രയുണ്ട്? നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ വലിയ വലിയ സ്റ്റേറ്റുകൾ എത്രയുണ്ട്? അവിടെയൊക്കെ ഇവരുടെ പാർട്ടിക്കുള്ളിലാണോ ആളുകൾ? രാജ്യത്തിന് പുറത്ത് എത്ര നാടുകളുണ്ട്? അറബി നാടുകളും അനറബി നാടുകളുമായി. അവിടെയൊക്കെ വിശ്വാസികളില്ലേ? ഈ പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് കീഴിലില്ലാത്തവർ ആത്മീയതക്ക് പുറത്താണെന്ന് പറഞ്ഞാൽ ആരാ ഉള്ളിലുണ്ടാകുക? ഇവിടെ തന്നെ ആകെ 100 കൊല്ലമായിട്ടുള്ളൂ, പല ഭാഷയിൽ തന്നെ. അപ്പൊ ഇതൊരു വലിയ അപരാധമായി ഈ വാദത്തിൽ അവർ വാദിക്കുന്നത്. ഞങ്ങൾ മടവൂർ ഷെയ്ഖിനെ പോലെ, അല്ലെങ്കിൽ മമ്പ്രന്തങ്ങളെ പോലെ, ഔസുൽ ആലമിനെ പോലെ, സുൽത്താനുൽ ഹിന്ദിനെ പോലെ ഞങ്ങൾ മശായിഖുമാരാണ് എന്ന് വാദിച്ചു അവർ. എത്ര കിറുകൃത്യമായിട്ടാണ് ഹക്കീം അസ്ഹരി ഉസ്താദ് അവർ ആ വിഷയം അവതരിപ്പിച്ചത്. ഒരു ചെറിയ ടോക്കിൽ അത്യാവശ്യം എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്പീച്ചായിരുന്നു അത്. അതിനെ എത്രത്തോളം ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് രസകരമായിട്ടുള്ളത്. അപ്പോൾ ഇൽമ പഠനമാണ് ഏറ്റവും വലിയ അമല്, ഇൽമ പ്രചരണമാണ്, പിന്നെ സോഷ്യൽ വർക്കാണ്. ആർക്കാണ് തർക്കം? ഇൽമ പഠിക്കലാണ് ഏറ്റവും വലിയ അമൽ, അതിന്റെ പ്രചരണമാണ്, സോഷ്യൽ വർക്കാണ്. ഒരു മുസ്ലിമിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രവർത്തനമാണത്. ഉസ്താദ് വളരെ കൃത്യമായി അവതരിപ്പിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞതിന്റെ ബാക്കി കേൾക്കുക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ ഉലമാന്റെ കീഴിലായിരിക്കണം കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നത്. അതെ, കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നത് ഈ ഉലമാന്റെ പിന്നിലായിരിക്കണം. കാരണം ധിഷണയുള്ള കേരളത്തിലെ സമുദായത്തെ നയിച്ച മഹാനായ സയ്യിദ് വരക്കൻ മുല്ലക്കോയ തങ്ങൾ അസ്ഥിവാരമിട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നാം അതിനെ ഒന്ന് ഡീപ്പായി പറഞ്ഞാൽ 2 സമസ്തയും ദക്ഷിണയും സംസ്ഥാനയും കേരളത്തിലുള്ള സുന്നി സമൂഹമായി അറിയപ്പെടുന്നവരാണ്. മുഴുവൻ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഈ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ കൊടിക്കീഴിലായിരിക്കണം സുന്നി സമൂഹം. അതിന് പുറത്തു പോകാൻ പാടില്ല. ഈ പറയപ്പെട്ട സുന്നി സമൂഹങ്ങൾക്ക് പുറത്തുപോയാലോ അവർ ബിദ്അത്തിന്റെ ആലയത്തിൽ പെട്ടുപോകും എന്നത് വളരെ കൃത്യമാണ്. ഉസ്താദ് പറയുന്നത് കേൾക്കുക. അപ്പൊ അതിന് പുറത്താണ് ഒരാളെങ്കിൽ അവർ ത്വരീഖത്തിൽ നിന്ന് പുറത്താണ്.
അതിൽ നിന്ന് പുറത്തു പോയാൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്കറിയാത്ത ഒരു ത്വരീഖത്തില്ലല്ലോ. മഹാനായ ശംസുൽ ഉലമ ഉസ്താദ് അവർക്കറിയാത്ത ഒരു ത്വരീഖത്തില്ലല്ലോ. ബഹുമാനപ്പെട്ട ഖമറുൽ AP ഉസ്താദ് പരിചയപ്പെടാത്ത ഏത് ഷെയ്ഖാണ് ലോകത്തുള്ളത്? ഏത് മശായിഖിന്റെ പൊരുത്തമാണ് ഷെയ്ഖുന AP ഉസ്താദ് അവർക്ക് ലഭിക്കാത്തത്? ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലമടക്കം നാം കണ്ട പരിചയപ്പെട്ട ഇക്കാലത്ത് ജീവിച്ച മുഴുവൻ മശായിഖുമാരും ഔലിയാക്കന്മാരും പിന്തുണച്ച ഈ പറയപ്പെട്ട ഉലമാഇന്റെ പിന്നിലല്ലാതെ പുറത്തുപോയാൽ അവർ യഥാർത്ഥ ത്വരീഖത്തിൽ നിന്ന് പുറത്താണ് എന്ന് പറയുന്ന കൃത്യവും വ്യക്തവുമായ മനോഹരമായ വാചകങ്ങളെ അദ്ദേഹം വാചക കസ്രത്ത് കൊണ്ട് പാവപ്പെട്ട സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പിന്നെ നടക്കുന്നത്. കേൾക്കാം നമുക്ക് ഉസ്താദിന്റെ ബാക്കി സംസാരങ്ങൾ. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം, അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാകണം. ആ ലീഡർഷിപ്പ് ഏകാംഗ മശായിഖന്മാരുടെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഖിലാഫത്ത് ഇല്ല, പിന്നെ ഷൂറയാ. അപ്പൊ ഷൂറയിലൂടെ, ഷൂറ മൊത്തമാണ് നമ്മുടെ ഷെയ്ഖ് എന്ന് പറയുന്നത്, സമസ്തയാണ് ഷെയ്ഖ്. കൃത്യമല്ലേ സഹോദരങ്ങളെ? സമസ്ത സ്ഥാപിതമായതു മുതൽ ഇങ്ങോട്ട് അക്കാലഘട്ടത്തിലുള്ള എല്ലാ ഔലിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും മഹത്തുക്കളെയും സ്നേഹിച്ചും ആദരിച്ചും പോയവരാണ് മഹാന്മാരായ ഉലമാക്കൾ. പഴയകാലത്ത് നാട്ടിലൊരു വലിയുണ്ടാകുമ്പോ, മുൻഗാമികളിൽ നാട്ടിലൊരു മഹാനുണ്ടാകുമ്പോ, ഒരു വലിയുണ്ടാകുമ്പോ, അന്ന് ഇതുപോലെ പ്രസ്ഥാനങ്ങളോ സംവിധാനങ്ങളോ കാലോചിതമായി ഉണ്ടായ മാറ്റങ്ങളോ ഇല്ലാത്ത ആ സമയത്ത് അവിടെയുള്ള മുഅ്മിനീങ്ങൾ എല്ലാവരും ആ വലിയിന്റെ മുമ്പിലുണ്ടാവും. ആ വലിയിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കും. ആ ആരിഫിന്റെ തണലിൽ മുന്നോട്ട് പോകും. അന്ന് അവരെ നയിക്കുന്നവരവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബിദ്അത്തുകാർ തലപൊക്കിയപ്പോ ഏറ്റവും വലിയ ഉദ്യമമാണ് ഔലിയാക്കന്മാരുടെ പൊരുത്തത്തോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ചത്. പിന്നെ ആരാണ് ഈ സമൂഹത്തെ നയിക്കുന്നത്? ആരാണ് തസവുഫിന്റെയും ത്വരീഖത്തിന്റെയും കൃത്യമായ അടിസ്ഥാനം മനസ്സിലാക്കി ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നവർ? പിന്നെ അവർക്ക് ശേഷമുള്ള ഈ സമൂഹമാണ്. എങ്കിൽ പോലും ഓരോ കാലഘട്ടങ്ങളിൽ പരിസരത്ത് ജീവിച്ച മഹത്തുക്കളെ മാനിച്ചും ബഹുമാനിച്ചുമാണ് ഈ മുഴുവൻ ഉലമാക്കളും മുന്നോട്ട് പോയത്. അവരെല്ലാം ഈ സംസ്ഥയുടെ ആലിമീങ്ങളെയും ആശീർവദിച്ചും സന്തോഷിപ്പിച്ചുമാണ് മുന്നോട്ട് പോയത്. ഇദ്ദേഹം ജനങ്ങളെ വളരെ ആസൂത്രിതമായി തെറ്റിദ്ധരിപ്പിക്കുന്നത് കാണാം. ഉസ്താദ് അവർ ബാക്കി കൂടി പറയുന്നത് കേൾക്കുക. അതിന്റെ കീഴിലുള്ള വർക്കുകൾ നടത്താൻ വേണ്ടിയാണ് നമുക്ക് കേരള മുസ്ലിം ജമാഅത്ത്, യുവാക്കൾ, സുന്നി യുവജന സംഘം, വിദ്യാർത്ഥികൾക്ക് വേണ്ടി SSF. അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഘടകത്തിൽ നമ്മൾ അംഗമല്ല, അങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആത്മീയതയിൽ നിന്ന് പുറത്താണ്. ഉസ്താദ് പറഞ്ഞത് എന്താണ്? ഇവിടെയുള്ള സുപ്രധാനമായ സുന്നി സംഘടനാ സംവിധാനമാകുന്ന ഇരു സംസ്ഥകൾ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് നിലകൊള്ളുന്ന എന്ന് മാത്രമല്ല പ്രസിഡന്റായിട്ടുള്ള SYS വിഭാവനം ചെയ്യുന്ന ആശയധാര, മുസ്ലിം ജമാഅത്ത്, SYS അടക്കമുള്ളത്, ഇതിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രസ്ഥാനത്തിലുള്ള ഉലമാക്കളുടെ പിന്നിലുണ്ടാവുക. അത് കൃത്യമല്ലേ? ആ പറഞ്ഞതിന്റെ അർത്ഥം മറുഭാഗം സമസ്തയുടെ സംഘടനാ സംവിധാനത്തിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവരെല്ലാം ത്വരീഖത്തിന് പുറത്താണ്, വഴിപിഴച്ചവരാണ് എന്ന് ഇന്ന് ഈ നിമിഷം വരെ ഒരു സുന്നി പണ്ഡിതന്മാരും പരസ്പരം പറഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ ഇന്ന് കേരളത്തെ നയിക്കുന്ന പ്രബലമായ രണ്ട് സംസ്ഥകളും തെക്ക് ഭാഗത്ത്, ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ മഹാനായ റഈസുൽ ഉലമ ശിഹാബുദ്ദീൻ ഉസ്താദ് റബ്ബറല്ലാഹു മർത്തദ, മഹാനവർകൾ അസ്ഥിവാരമിട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ, അതുപോലെ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ, ഈ പറയപ്പെട്ട കേരളത്തിലുള്ള 4 പണ്ഡിത സഭകളിൽ ഏതെങ്കിലും ഒരു ആലിമ്, ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഏതെങ്കിലും ഒരു സയ്യിദ് മറ്റേ വിഭാഗത്തിലുള്ള സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിച്ചാൽ അവർ ത്വരീഖത്തിൽ നിന്ന് പുറത്താണ്, അവർ ദീനിൽ നിന്ന് പുറത്താണ്, അവർ തസവുഫിൽ നിന്ന് പുറത്താണ് എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞെങ്കിലല്ലേ നിങ്ങൾ ഈ പറഞ്ഞതിനർത്ഥമുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലുടനീളം പറയുന്ന ഒരു കോമഡിയുണ്ട്, ചെറിയ കുട്ടികൾ പറയുന്നത് പോലെ. സ്വയം ശൈഖായി, സ്വയം മശായിഖായി ചമഞ്ഞു, മറ്റുള്ളവരൊക്കെ വൃത്തത്തിന് പുറത്തും. അപ്പൊ ഓക്കെ ഉസ്താദ്, കിയൻ ഉസ്താദ്, എത്ര മഹാരഥന്മാർ കഴിഞ്ഞുപോയി. അവരൊക്കെ ഇവരുടെ ഈ വൃത്തത്തിലുള്ളവരാണോ? സാധാരണക്കാർ തന്നെ എത്രയുണ്ട്? നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ വലിയ വലിയ സ്റ്റേറ്റുകൾ എത്രയുണ്ട്? അവിടെയൊക്കെ ഇവരുടെ പാർട്ടിക്കുള്ളിലാണോ ആളുകൾ? രാജ്യത്തിന് പുറത്ത് എത്ര നാടുകളുണ്ട്? അറബി നാടുകളും അനറബി നാടുകളുമായി. അവിടെയൊക്കെ വിശ്വാസികളില്ലേ? ഈ പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് കീഴിലില്ലാത്തവർ ആത്മീയതക്ക് പുറത്താണെന്ന് പറഞ്ഞാൽ ആരാ ഉള്ളിലുണ്ടാകുക? എല്ലാം കൂടി കേൾപ്പിക്കാനും വിശദീകരിക്കാനും സമയം പോരാ. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാം. സംശയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് വേണമെങ്കിൽ വിശദീകരിക്കാം. അദ്ദേഹം പറയുന്നു, ഇവർ കുറച്ച് ആളുകളുടെ ഈ സംഘടനയിലുള്ളവർ മാത്രമാണോ ഈ ത്വരീഖത്തിലുള്ളത്?
അപ്പൊ പിന്നെ കേരളത്തിൽ വേറെ സംഘടനയുണ്ടല്ലോ, ഇന്ത്യയിൽ വേറെ ഉണ്ടല്ലോ, ലോകത്തിൽ മുസ്ലിമുകളുണ്ടല്ലോ, ഇവർ 5-6 ആളുകൾക്ക് വേണ്ടി മാത്രമാണോ? എത്ര മണ്ടത്തിലാണ് ഈ പറയുന്നത്? കേരള പശ്ചാത്തലത്തിലുള്ള സംവിധാനമാണ് പറയുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ ഉലമാന്റെ കീഴിലായിരിക്കണം കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നത്. മറ്റൊരു അറബി രാഷ്ട്രത്തിൽ സുന്നി സംവിധാനത്തിൽ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ലോകത്തിന്റെ ഏത് കോണിലും ഇതിന് സമാനമായ ആദർശത്തിൽ ജീവിക്കുന്നവരെല്ലാം ഈ സംവിധാനത്തിന്റെ അകത്താണെന്ന് പറയുന്നതിന് നിങ്ങൾ പറഞ്ഞതുപോലെ ഗഹനമായ പഠനമൊന്നും വേണ്ട. ചോറ് തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട നൗഷാദ് സാഹിബ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഈ പറയപ്പെട്ട ക്ലിപ്പിടുമ്പോൾ നിങ്ങളുടെ ഉള്ളൊന്ന് പെടയ്ക്കണം. ഈ പറയുന്ന വങ്കത്തരം സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഇനി ഇതിടണ്ട, അല്ലെങ്കിൽ നിങ്ങൾ വസ്തുനിഷ്ഠമായ വിഷയങ്ങൾ അവതരിപ്പിക്കണം എന്നുകൂടിയാണ് സന്ദർഭോചിതമായി പറയാനുള്ളത്. അള്ളാഹു നമ്മുടെ ഉലമാക്കൾക്ക് ഖൈറും ബറക്കത്തും ചെയ്യട്ടെ, ഇസ്സത്ത് നൽകട്ടെ. സുന്നത്യമായത്തിന്റെ പാതയിൽ, യഥാർത്ഥ തസവുഫിന്റെ പാതയിൽ ഉറച്ചു നിന്ന് മുൻഗാമികളായ സാദാത്യങ്ങളും ഉലമാക്കളും വെളിച്ചത്തോടെ മൗത്തായതുപോലെ അവരുടെ പിന്നിലണിനിരുന്ന പ്രിയപ്പെട്ട സാത്വികരായ പ്രവർത്തകരും ആഖിബത്ത് നന്നായി ഭരിച്ചതുപോലെ നമുക്ക് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യകളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് വീണ്ടും കാണാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.